പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജൻ. താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും സംസ്ഥാന കമ്മിറ്റിക്ക് തൻ്റെ മേൽ ഒരു അച്ചടക്ക നടപടിയും, അതായത് ഒരു ചുക്കും ചെയ്യാൻ അധികാരമില്ലെന്നുമാണ് ഇ.പി. ജയരാജൻ്റെ ഭാഷ. കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ പ്രതിനിധികൾക്ക് ഉത്തരം നൽകുന്നതിന് പ്രതിനിധികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞു, കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെ കടുത്ത നടപടിയെടുത്ത പാർട്ടിയാണ് ഇത്. അതായത് കടുത്ത അച്ചടക്ക നടപടിയെടുത്ത പാർട്ടിയാണ് ഇത്. എന്താണ് അച്ചടക്ക നടപടി? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ മുന്നണി, ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നാണ് ഇ.പി. ജയരാജനെ നീക്കം ചെയ്തത്. അത്രയും ശക്തമായ നടപടി പാർട്ടിക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ പാർട്ടിയാണ് അധികാരസ്ഥാനം, അല്ലാതെ വ്യക്തികളല്ല. അച്ചടക്ക ലംഘനം കാണിക്കുന്ന ആർക്കെതിരെയും പാർട്ടി നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ചൂണ്ടിക്കാട്ടി കരുനാഗപ്പള്ളിയിലെ ഒറ്റ നേതാക്കളെയും ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കാത്തത്. അതുമാത്രമല്ല, ആ നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന നേതാക്കൾ അവർ ഏരിയ കമ്മിറ്റിയിലുമില്ല. കാരണം നിലവിൽ ഏരിയ കമ്മിറ്റി ഇല്ല. അതുകൊണ്ട് അവർ വെറും പാർട്ടി പ്രവർത്തകരായി തീർന്നു എന്നതാണ് വാസ്തവം. അത്രയും അച്ചടക്ക നടപടി എടുത്തതിൻ്റെ കൂട്ടത്തിലാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്, ഇ.പി. ജയരാജനെതിരെ കടുത്ത നടപടിയെടുത്ത പാർട്ടിയാണ് CPM എന്ന്. ഇത് മാധ്യമങ്ങൾ വലിയ തലക്കെട്ടിൽ വാർത്തയും കൊടുത്തിരുന്നു. എന്നാൽ ഈ വാർത്തകളെ നിഷേധിച്ചുകൊണ്ടാണ് ഇ.പി. ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്. എം.വി. ഗോവിന്ദനോട് തിരക്കിയപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അതുമല്ല, ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റി എന്ത് നടപടിയാണ് സ്വീകരിക്കുക? എനിക്കെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. തീർച്ചയായും ഇ.പി. ജയരാജനെതിരെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന സാധനം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം, അത് ഇ.പി. ജയരാജനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇ.പി. ജയരാജൻ പാർട്ടിക്ക് അനഭിമതനായിരുന്നു. നമുക്കറിയാം എത്ര വിവാദങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്ന പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വൈദേഹി റിസോർട്ട് സംബന്ധിച്ച ചർച്ചകൾ, ആരോപണങ്ങൾ. അതിനെ തുടർന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചേലക്കരയിലും വയനാട് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് പുറത്തു വന്ന ആത്മകഥാ വിവാദം, അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഇ.പി.യെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ടി.പി. രാമകൃഷ്ണനെ LDF കൺവീനറാക്കി വയ്ക്കുന്നത്. അതുമാത്രമല്ല, കുറേ നാളുകളായി ഈ ആരോപണങ്ങൾ വരുന്നത് മുറയ്ക്ക് ഇ.പി. ജയരാജൻ പാർട്ടിയിൽ വളരെ സൈലൻ്റ് ആയിരുന്നു. ഒരു രാഷ്ട്രീയ വനവാസം പോലെ കുറേ കാലം പൊതുപരിപാടികൾക്ക് ഒന്നും പങ്കെടുക്കില്ല, അല്ലെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ പോലും പങ്കെടുക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനോട് അദ്ദേഹത്തിൻ്റെ അതൃപ്തി പറയുന്നുണ്ട്. തന്നെക്കാൾ ജൂനിയറായ ഒരാളെ തനിക്ക് കോടിയേരിയുടെ വിയോഗത്തെ തുടർന്ന് വന്ന പാർട്ടി സെക്രട്ടറി പദവി തനിക്ക് ലഭിക്കാവുന്നതാണ്. എന്നാൽ തനിക്ക് ആ പദവി തന്നില്ല, പകരം തന്നെക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദനാണ് അത് ഏൽപ്പിച്ചത്. അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹം ആ പാർട്ടി പരിപാടികളിൽ, പാർട്ടിയുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാതൊക്കെ വിട്ടുനിന്നത്. പിന്നെ മറ്റുള്ള ആരോപണങ്ങൾ, വ്യക്തി ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, അതായത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് റിസോർട്ടിൽ മുതൽ മുടക്കൊണ്ട് അത് BJP നേതാവുമായുള്ള ഇടപാടാണ്, അങ്ങനെ തുടങ്ങി വന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം പാർട്ടി വിട്ടുപോകുമെന്ന് വരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് ഈ എം.വി. ഗോവിന്ദനെയും ഇ.പി. ജയരാജനെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച ശേഷമാണ് ഇദ്ദേഹം പൊതുരംഗത്തേക്ക്, അതായത് സജീവമായി ഇടപെടാൻ തുടങ്ങിയത്. അപ്പോഴിതാ വരുന്നു അടുത്ത ബോംബ്. ഏത് ബോംബ്? ആത്മകഥാ വിവാദ ബോംബ് വരുന്നു. പക്ഷേ അതിനകത്ത് ഇ.പി. ജയരാജൻ പറഞ്ഞതൊക്കെ അച്ചട്ടായിരുന്നു. കാരണം അദ്ദേഹം ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചു ഭാഗം ഒരു മാധ്യമപ്രവർത്തകനെ, അതായത് പാർട്ടിയുടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനെ ഏൽപ്പിച്ചിരുന്നു അതൊന്ന് പരിശോധിക്കാൻ, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇലക്ഷൻ സമയത്ത് അതിനകത്ത് താൻ എഴുതി എന്ന് വരുന്ന വിധത്തിൽ ചില പേജുകൾ പുറത്തു വന്നു. അതിൽ സ്ഥാനാർത്ഥിയായിരുന്ന പാലക്കാട് ഇടതുമുന്നണി സ്വതന്ത്രനായി മത്സരിച്ച P. സരിനെ എടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തനിക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തി പുറത്തുവിട്ടതാണ്, താൻ ഒരു പബ്ലിക്കേഷനുമായി, ഒരു പ്രസാധകനുമായും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നൊക്കെ ഇ.പി. ജയരാജൻ പറഞ്ഞു. പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ അത് തെളിയുകയും ചെയ്തു. എന്നിട്ട് പോലീസ് ഈ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാമിന് കൈമാറിയെങ്കിലും അദ്ദേഹം പറഞ്ഞു അന്വേഷണം തൃപ്തികരമല്ല, ഒരിക്കൽ കൂടി അന്വേഷിക്കാൻ പറഞ്ഞു, പുനരന്വേഷിക്കാൻ പറഞ്ഞ് ആ റിപ്പോർട്ട് തള്ളി. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇ.പി. ജയരാജനെ പാർട്ടിക്ക് അനഭിമതനാക്കുന്നത്. അപ്പോൾ ഇ.പി. ജയരാജനെ ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞാലും അതിൽ തെറ്റില്ല. കാരണം എന്താണ്? അച്ചടക്ക നടപടിയുടെ ഭാഗമായി തന്നെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തത്. പക്ഷേ അത് ഇ.പി.യെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ എന്നെ തൽസ്ഥാനത്ത് നിന്ന്, അതായത് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്
ഒട്ടും ഉചിതമായില്ല എന്നാണ് ഇ പി പറയുന്നത്. കാരണം അങ്ങനെ ഒരു നടപടിക്ക് സാധ്യതയില്ല. തനിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി തന്നെ നടപടി എടുക്കണമെന്നും ഇ പി ജയരാജൻ പറയുന്നു.